hope you're all good. നമ്മൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ട്രിപ്പിന് പോവാണ്. വി ആർ ഗോയിങ് ഫോർ ദ സഫാരി ഇൻ ഹാമിൽട്ടൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെയൊക്കെ. അവർ കേജ്ഡ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ല, പക്ഷെ അവർ അവരുടേതായ എൻവയോൺമെന്റിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. എനിക്ക് മാത്രമല്ല, പുറകിൽ ഒരാളോട് ഇരിപ്പുണ്ട്, അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പം വേറെ ആരും കയറിയിട്ടില്ല, എല്ലാവരും വരണേ ഉള്ളൂ. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരു ഇൻട്രോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. സോ ഐ സീ യു ദേർ. 1 2 3 4 ഇന്ദ്രരത്തം. ഹായ് ഇന്ദ്രരത്തം. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇതാ സഫാരി എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മുടെ സഫാരി ആയി. ഇതാണ് ടിക്കറ്റ് ഫെയർ ഡീറ്റെയിൽസ്. ഈ ടിക്കറ്റ് ഒരു തവണ എടുത്താൽ പിന്നെ നമുക്ക് അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് എക്സെപ്റ്റ് ഫോർ ഫുഡ്. നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് ഉള്ളിൽ സഫാരിക്കകത്തൂടെ എല്ലാം പോയി ആനിമൽസിനെ കാണാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തി. ഒന്ന് മൈൻഡ് ആക്കേണ്ട പാത്തു. സഫാരി ഇങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ആദ്യം കണ്ടത് കുറേ ഡക്സിനെയായിരുന്നു. ഡക്ക് എന്ന് പറയുന്നത് മിലുവിൻ്റെ ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു പൂരമായിരുന്നു. മിലുവിന് ഡക്കിനെ മാത്രം കണ്ടാൽ മതി, വണ്ടി മുന്നോട്ടെടുക്കാനും ഒന്നും അവൾ സമ്മതിക്കുന്നില്ല. സിംഹമൊക്കെ അവിടെ ഇപ്പം നമ്മളാരായിന്ന് പറഞ്ഞിരിപ്പുണ്ട്. പോകെ പോകെ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കി. പിന്നെ കുറേ മാനുകളും കുറേ മൃഗങ്ങളും അങ്ങനെ എന്തൊക്കെയോ കണ്ടു. എന്നാൽ പിന്നെ കാണ്ടാമൃഗത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കാൻ തുടങ്ങിയപ്പോൾ കാണ്ടാമൃഗം തിരിഞ്ഞ് നിന്നിട്ട് ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു സ്പേസ് ലിമിറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ വണ്ടി പോകുമ്പോൾ നമുക്കതിനെ കാണാനുള്ള എളുപ്പത്തിന് ഇതിനെ സ്പേസ് ലിമിറ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് പോവാതിരിക്കാൻ. ഫുഡ് കൊടുക്കുന്ന സമയമുണ്ട് കുറച്ച് ജിറാഫിനെ കാണാൻ പറ്റി. എന്തായാലും കയ്യിൽ പോളറോയിഡ് ഉള്ളതുകൊണ്ട് പാത്തുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ പാത്തുവും വന്നില്ല, മൃഗങ്ങളും വന്നില്ല. അതിൽ ചുരുക്കി പറഞ്ഞ മൃഗങ്ങളെക്കാളും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് കുറേ കാറുകളായിരുന്നു. നമ്മുടെ പോലെ തന്നെ വരുന്ന കുറേ പേര്. ഇത്രയും വണ്ടികൾ അവരുടെ ഇടയിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സഫാരി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഫെൽ ബാഡ് ഫോർ ദം. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞു. അടുത്ത ബോട്ടിംഗ് ആയിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ബോട്ട് വന്നു. ബോട്ടിൽ കയറി അതിൽ പോകുമ്പോഴും അവിടെ ഓരോ ആനിമൽസിനെയൊക്കെ കാണിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യും. അവരൊക്കെ അവരുടേതായ ചെറിയ ചെറിയ ഐലൻഡ്സിലാണ് ഈ ആനിമൽസൊക്കെ ജീവിക്കുന്നത്. വെള്ളത്തിൽ പാമ്പൊക്കെ ഉണ്ടെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പാമ്പിനെ കണ്ടിട്ട് ഒരു 3-4 മാസമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ വെള്ളത്തിൽ തപ്പി. പക്ഷെ ഞാൻ പാമ്പിനെ ഒന്നും കണ്ടില്ല. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1 മണിക്കൂറത്തെ ബോട്ടിംഗ് ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ പോലെ. 15 to 20 minutes മാക്സിമം, അത്രേ ഉള്ളൂ ബോട്ടിംഗ്. ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. എല്ലാ 1/2 മണിക്കൂർ കൂടുമ്പോഴും അവിടെ ബേർഡ് ഷോ, പാരറ്റ് ഷോ, അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റേഡിയം പോലെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഇതെല്ലാം ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാം. ബോട്ടിങ്ങിനും സഫാരിക്കും ശേഷം ഇതാ കടന്നെത്തുന്നു ട്രെയിൻ റൈഡ്. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയത്. അതും ഒരു 10-15 മിനിറ്റത്തെ ഒരു റൈഡേ ഉള്ളൂ. എന്നാലും പിള്ളേർക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് ദിസ് വാസ് ദ ബെസ്റ്റ് പാർട്ട്. ഒരു ദിവസം മൊത്തം ക്യൂ നിന്നതിൻ്റെയും വെയിലത്ത് നിന്നതിൻ്റെ എല്ലാം ആ കേടങ്ങോട്ട് തീർക്കാൻ വേണ്ടി നേരെ വെള്ളത്തിൽ പോയി ചാടും. ബാക്കി ഫുൾ ഡേ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അങ്ങനെ 7 o'clock ഇത് അടയ്ക്കും. അത്രയും നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്നു. 7 o'clock ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പക്ഷികളുടെ കുത്തകയാണ്. അവിടെ പിന്നെ നമുക്ക് വലിയ റോളൊന്നുമില്ല. എന്നാൽ പിന്നെ പയ്യെ നമുക്ക് സ്ഥലം വിട്ടേക്കാം. ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് പ്ലേസ്. ആൻഡ് കുട്ടികളുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ യു ഷുഡ് വിസിറ്റ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 1 time. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.